ഞാൻ 2 വീഡിയോ ഒന്ന് ചെയ്തു. അതിൻ്റെ ഇടയിൽ നമ്മളെ ബന്ധുക്കളായിട്ടുള്ള കുറേ പേര് എന്നെ വിളിച്ചു. അതിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു എല്ലാവർക്കും ഫേസ്ബുക്ക് ഇല്ല യൂട്യൂബിലും കൂടി ഇടാവും. ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അതിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് വെക്കാം. അപ്പോൾ എല്ലാവരും പറഞ്ഞു മധുവിന് മണിക്കെതിരെ ആണ് ചെയ്തതല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിക്കുക, ഇന്ന് അരുവും ബാക്കിയുള്ളവരൊക്കെ 5 പ്രാന്തന്മാരാണ് അവിടെ കിടപ്പുള്ളത് പറഞ്ഞത്. ഒന്ന് രാമേന്ദ്രൻ നായർ, ഒന്ന് രാധ ടീച്ചർ, മധു, മണി, പിന്നെ ഒന്ന് ഇവർ വളർത്തിക്കൊണ്ടുവന്ന അരുണും. ഒന്നിക്കലും ഇവരെ തലയിൽ വല്ല പിശാശോ അല്ലെങ്കിൽ എന്തും കയറിയതാണ്. ഇനി ഒരു കൗതുകമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഇത്രയും കാലം ഇവരുടെ ചെറ്റത്തരകൾ പറഞ്ഞ് ഞാൻ ബാധ കയറിയാന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ, ചില സമയത്ത് ഇവർ നോർമൽ മനുഷ്യരാകാറുണ്ട്. ഒരു ഉദാഹരണം പറയാം. കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ആ SI രാധ ടീച്ചർ എൻ്റെ കഥയെല്ലാം കിട്ടുമ്പോൾ നല്ല 4 ഞെട്ടിക്കലും ഇടിച്ചു പറഞ്ഞു. ഏത് രാധ ടീച്ചർ കൊടുത്ത പരാതിയാണ്. രാധ ടീച്ചർ അകമ്പടിയായിട്ട് ഒരു അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഓഫീസറെയും കൂട്ടിയിട്ടാണ് വന്നത് അകമ്പടിയായിട്ട്. പിന്നെ അനന്തകൃഷ്ണൻ ഓടി രക്ഷപ്പെട്ടു. പിന്നെ അനന്തകൃഷ്ണൻ ഇനി രാധ ടീച്ചറെ ശപിക്കാൻ മാത്രം ഇനി ഒന്നും ബാക്കി ഉണ്ടാവില്ല. കാരണം അത്രക്കും പണി അയാൾക്ക് വേറെ കിട്ടിയിട്ടുണ്ടാവുന്നത്. അയാൾ അന്നാടോ വന്നതിന് ക്ഷമ ചോദിച്ചിട്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് കാസർഗോഡ് SP എനിക്ക് ലെറ്റർ എനിക്ക് അയച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് കുറച്ച് ആൾക്കാർക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു അയാൾ എൻ്റെ അടുത്ത് വന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിയായിരുന്നു. അയാളുടെ ഡീറ്റെയിൽസ് എനിക്ക് വന്നുകൊണ്ട് ഞാൻ വിവരാവകാശം കൊടുത്തിട്ട് ക്ഷമ ചോദിച്ചിട്ട് എനിക്ക് അയച്ച ലെറ്റർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ഇടയ്ക്ക് ഇവർക്ക് സ്വഭാവം മാറുന്നുമുണ്ട്. ഇടയ്ക്ക് ചിലപ്പോൾ സാധാരണ മനുഷ്യരാകാറുണ്ട്. ഇടയ്ക്ക് ഈ ബാധ കയറുന്നതാണ് ഇത്. അതിൻ്റെ ഭയങ്കര കൗതുകമായിട്ടുള്ള കാര്യം, ഈ രാധ ടീച്ചറെ 4 ഞെട്ടിക്കിന് അടിച്ചിട്ടാകുമ്പോൾ എൻ്റെ അടുത്ത് 2 തവണ മാപ്പ് പറഞ്ഞു. മാപ്പ് മാത്രം പറഞ്ഞാൽ പോരാ, കാല് പിടിക്കുക പറഞ്ഞു. കാല് പിടിക്കാൻ കുഞ്ഞു നിൽക്കുകയാണ് പറഞ്ഞു. ഞാൻ തൊട്ട് പോകരുത്, എൻ്റെ ദേഹത്ത് തൊടാനുള്ള അർഹത നിങ്ങൾക്കില്ല. ഈ പറയുന്ന എന്നെ കുറിച്ച് പറഞ്ഞു നടക്കുന്ന രാധ ടീച്ചർ പറഞ്ഞ കാര്യമാണ്. രത്നാരമാവൻ നോട്ട് ചെയ്യണം, നിങ്ങളുടെ മരുമകളാണ്, നിങ്ങളാണ് വളർത്തിയത്, നിങ്ങളാണ് അവരെ ചെറുപ്പത്തിൽ ഗ്രൂം ചെയ്തത്, ട്രെയിനിങ് ചെയ്തതെന്ന് പറഞ്ഞാണ്. അപ്പം അതിലെന്തോ കേടുള്ളതുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇനി 2ാമത് കാല് പിടിച്ച ഒരാൾ പറയാം, അത് നിങ്ങളാരും വിശ്വസിക്കത്തില്ല. മധുവിൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസം, അപ്പോൾ ഉടക്കാണല്ലോ, ഞാൻ ബൈക്ക് വാങ്ങിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഞാൻ കല്യാണത്തിന് വന്നതിലേ പറ്റുള്ളൂ, ഈ ബന്ധുക്കളെല്ലാം അറിഞ്ഞാൽ മോശമില്ലേ. അങ്ങനെ തലേ ദിവസം മുണ്ട വീട്ടിലേക്ക് എന്നെ വിളിച്ചിട്ട് ഞാനവിടെ വന്നു. ഞാൻ ഒരിക്കലും ഒരാളുടെ മുമ്പിൽ തലവഞ്ച് നിൽക്കാറോ അല്ലെങ്കിൽ കരഞ്ഞോ ഇത് നിൽക്കാറില്ല. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അടുത്ത് മാർക്ക് കിട്ടിയ ബൈക്ക് മേടിക്കണമെന്ന് പറഞ്ഞു. മേടിച്ചിട്ട് പറഞ്ഞു, തന്നില്ല. ഞാൻ +1 പോയില്ല. എന്നിട്ട് നവംബർ 25-നാണ് എനിക്ക് ആ ബൈക്ക് മേടിച്ചിരുന്നുണ്ട്. അത് ഞാൻ മേടിച്ചു. ഞാൻ ആരും മുമ്പിൽ ഞാൻ തലവണിക്കത്തുമില്ല, ഞാൻ തെറ്റിയിട്ടുമില്ല. അപ്പോൾ ഈ മധു, ഈ നായിൻ്റെ അവൻ എൻ്റെ അടുത്ത് പറയാം, എൻ്റെ കല്യാണമായിപ്പോയി നാളെ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ